കുറെ ഉണ്ണാക്കന്മാരുണ്ട്. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. രണ്ടുപേരെ ഈ മടിയിലിരുത്തി എത്ര കളിപ്പിച്ചാണെന്ന് അറിയോ ഈ മാമൻ? ഒക്കെ മറന്നു മക്കള്. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. അത് പറയാൻ താനാരാ? ആര് ക്ഷണിച്ചിട്ടാ ഇവരെയൊക്കെ കെട്ടിയെടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നത്? ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. മീൻചന്തെ കറങ്ങി നടക്കുന്ന തെറിയാണ് എന്റെ നാവിൽ വരുന്നത്. കാവ്യം പോസ്റ്റ് തത്വം പറഞ്ഞ് നടക്കുന്ന തന്റെ നാവ് എന്താ ഇറങ്ങിപ്പോയത്? വിസ്മയ എന്ന് പറയുന്നില്ല, മായ. നിങ്ങളുടെ അച്ഛന്റെ പഴയ ചങ്ങാതി എന്നുള്ളൊരു അധികാരം കാട്ടൽ. പൃഥ്വിരാജ് ഡയറക്ട് ചെയ്തൊരു പടം വന്നല്ലോ, എമ്പുരാൻ. ആ പടം കണ്ടിട്ട് പുറത്തിറങ്ങി മല്ലിയ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ഉമ്മവും കൊടുത്ത്. രാജുവിനോട് എനിക്ക് അസൂയ തോന്നുന്നു. ഇതുപോലൊരു സിനിമ എടുക്കാൻ മഹാഭാഗ്യം വേണം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 കിട്ടണം. വീട്ടിൽ ചെന്നിരുന്നിട്ട് രാജ്യദ്രോഹ ചിത്രമാണിത് എന്ന് പറഞ്ഞ് എമ്പുരാനെതിരെ നീങ്ങിയ മഹാനാണല്ലോ നമ്മുടെ മേജർ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ. ആ മേജർ ഇന്ന് വിസ്മയെ തിരുത്തുന്നു. വിദേശത്ത് എവിടെ പോയി പഠിച്ചതുകൊണ്ട് വിസ്മയുടെ തലയിൽ ആള് താമസമില്ല. രാജ്യ താല്പര്യം രാജ്യത്തിന്റെ അഖണ്ഡതയും രാജ്യത്തിന്റെ താല്പര്യവും ഒക്കെ നീയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളൊക്കെ പഠിക്കാനുള്ളത്. വിസ്മയെ പഠിപ്പിക്കുന്നു. വിദേശത്ത് പഠിച്ചത് കാരണം വിസ്മയ്ക്ക് രാജ്യത്തോട് കൂറില്ല. ആലോചിച്ചോക്കെ. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നു. അതിനെല്ലാം പറയുന്നത് രാജ്യസ്നേഹം. എവന്റെയൊക്കെ കുടുംബ വകയാണ് രാജ്യസ്നേഹം. നമ്മൾ ജനിച്ചു വളർന്ന നാടിനോട് നമുക്ക് സ്നേഹമില്ലേ? ഇവനൊക്കെ അധികാരത്തിൽ വന്ന പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവന്മാർ ഭരിക്കുമ്പോൾ മാത്രമാണ് രാജ്യസ്നേഹം. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. ദേശത്ത് പഠിച്ചുകൊണ്ട് രാജ്യസ്നേഹമില്ല. ഇയാളെ നാക്കു പുഴുക്കില്ലേ നിങ്ങൾ ആലോചിച്ചു. എന്റെ കരുനാക്ക നോക്കോ. തന്റെ ഉണക്ക പാർട്ടിയെ പിന്തുണച്ചാൽ മാത്രമേ രാജ്യസ്നേഹം വരൂ. എനിക്ക് ഒരുപാട് ചൊറിഞ്ഞു വരുന്നു മേജർ. വൃത്തികെട്ട വർത്തമാനം പറയുന്നതിനൊക്കെ എന്താ പറയാ, അതിർവരമ്പ് വേണം. എന്തെല്ലാം കേസുകൾ അയാളെ പേരിലുണ്ടെന്ന് അന്വേഷിച്ചു. അയാളാണ് രാജ്യസ്നേഹം ചിരക്കാൻ നടക്കുന്നത്. വേറെ പണി നോക്കടാ ചാണക തലയന്മാരെ. അവൻ അങ്ങനെ വേണം. ഈ മോഹൻലാലിനൊന്നും നാണമില്ല കേട്ടോ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേ. പാവം.